കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടന സ്ഥലത്ത് തുടരുന്ന തിരച്ചിലിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. വെള്ളിയാഴ്ച നടത്തിയ പരിശോധനയിൽ തലയുടെ ഒരു ഭാഗവും കയ്യുമാണ് കണ്ടെത്തിയത്. മരിച്ചവരുടെ എണ്ണം 15ആയി. കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ വിദഗ്ധ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കെടാവർ നായകളെ ഉപയോഗിച്ച് പോലീസിന്റെ നേതൃത്വത്തിലാണ് സംഭവ സ്ഥലത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നത്. നിലവിൽ ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും DNA പരിശോധനാ നടപടികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഫോടനത്തിൽ പരിക്കേറ്റ നിരവധി പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. തൃശൂർ പൂരത്തിനായുള്ള വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ തുടർച്ചയായ പൊട്ടിത്തെറികളാണ് വലിയ ദുരന്തത്തിന് കാരണമായത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ തൃശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, വിവിധ കൗൺസിലർമാർ, തഹസിൽദാർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ ഏകോപിപ്പിക്കുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങളും കണ്ടിജന്റ് ജീവനക്കാരും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. സ്ഫോടനത്തിൽ കേടുപാടുകൾ സംഭവിച്ച 248 വീടുകളുടെ നാശനഷ്ടങ്ങൾ അധികൃതർ വിലയിരുത്തി. ഇതിൽ 72 വീടുകളുടെ ശുചീകരണം പൂർത്തിയായിട്ടുണ്ട്. 25 കുടുംബങ്ങൾക്ക് കൗൺസിലിംഗ് സഹായവും ലഭ്യമാക്കി.